അന്ന് വിജയങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഭ്രാന്തമായൊരവസ്ഥയിൽ റിയാക്ട് ചെയ്തു എന്നതിൻ്റെ കാരണം ഇപ്പോഴാണ് എനിക്ക് ശരിക്കും ബോധ്യപ്പെട്ടത്. ആ മനുഷ്യനെന്നല്ല, ആ അവസ്ഥയിൽ ആരായാലും അങ്ങനെ റിയാക്ട് ചെയ്യൂ, അല്ലേ മമ്മി? ഞാനിപ്പോ ആലോചിക്കുന്നത് കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചല്ല ജോ, ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാ. അന്ന് നീ പറഞ്ഞത് വളരെ ശരിയാ. ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാൻ പോകുന്ന കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത തന്നെയാണിത്. അതിന് യാതൊരു സംശയവുമില്ല. വിജയുടെ ക്യാരക്ടർ എനിക്ക് നന്നായിട്ടറിയാം. അത് വെച്ച് നോക്കുമ്പോ അപ്പുവിന്റെ ഈ ആഗ്രഹം ഒരിക്കലും ഒരു കാലത്തും വിജയ് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നേയില്ല. പക്ഷേ ആ ആഗ്രഹം ഫുൾഫിൽ ചെയ്യാതെ അപ്പുവിനൊരു ജീവിതം ഉണ്ടാവില്ല. വല്ലാത്തൊരു വിധിയായി പോയല്ലോ കർത്താവേ ഇത്. മമ്മി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇക്കാര്യത്തില് മമ്മി ആരുടെ പക്ഷത്താ? വിജയങ്ങളുടെ കൂടെയോ അതോ അപ്പുവിന്റെ പക്ഷത്തോ? അതൊരു കുഴപ്പിക്കുന്ന കാര്യം തന്നെയാണ് മോനെ. നീ ഇത് പറഞ്ഞ നിമിഷം മുതൽ ഞാൻ ഇതേക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. രണ്ടുപേരുടെയും പക്ഷത്ത് ന്യായമുണ്ട്. എന്നാലും കൂടുതൽ ന്യായം ആരുടെ പക്ഷത്താണെന്നാണ് മമ്മിക്ക് തോന്നുന്നത്? അങ്ങനെ ഒരാളെന്ന് നോക്കൽ ഇതില് സാധ്യമാണോ ജോ? ആ കുട്ടിയുടെ തെറ്റുകൊണ്ടല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇത്രയും നാൾ സ്വന്തം ഐഡന്റിറ്റി മറച്ചുവെച്ച് ജീവിക്കേണ്ടി വരിക എന്നത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ഹൊറിബിളായിരിക്കും. അത്രമാത്രം മാനസികമായി സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാവുമല്ലോ ഇപ്പോഴാ കുട്ടി ഇതൊക്കെ തുറന്നു പറയാൻ തയ്യാറായത്. എന്നിട്ടും അവളെ സ്വന്തം ഐഡന്റിറ്റിക്കൊത്ത് ജീവിക്കാൻ അനുവദിക്കാതിരിക്കുന്നത് ക്രൂരത തന്നെയാണ്. അപ്പോ മനസ്സുകൊണ്ട് ടീച്ചർക്ക് അല്പമെങ്കിലും ചായ്വ് അപ്പുവിനോട് തന്നെയാണ്, അല്ലേ? ആയിരിക്കാം. അല്ല, ആണ്. പക്ഷേ വിജയുടെയും ഗീതയുടെയും കാര്യം ആലോചിക്കുമ്പോ അവരുടെ ഈ നിലപാടിന് പിന്നിൽ ഒരു ശരിയുണ്ടല്ലോ ജോ. ലോകത്ത് ഒരച്ഛനും അമ്മയും തന്റെ കുഞ്ഞ് ഇത്തരത്തിൽ ജനിക്കാനോ ജീവിക്കാനോ ആഗ്രഹിക്കില്ലല്ലോ. പ്രത്യേകിച്ച് വിജയെ പോലെ ഇത്രയും ഫാമിലി ഓറിയന്റഡ് ആയ ഒരാൾക്ക് അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഗീതയ്ക്കും അതേ അവസ്ഥ തന്നെയാവും. മനസ്സുകൊണ്ട് അപ്പുവിനൊപ്പം നിൽക്കാനും വിജയ്ക്കും ഗീതയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാനും മാത്രമേ എനിക്ക് കഴിയൂന്ന് തോന്നുന്നു. അതൊരു ന്യൂട്രൽ സ്റ്റാൻഡാണ് മമ്മി. പക്ഷേ ഡെയ്സി ടീച്ചറെ പോലെ ഒരാളിൽ നിന്ന് ഞാൻ അങ്ങനൊരു നിലപാടല്ല പ്രതീക്ഷിക്കുന്നത്. കുറച്ചുകൂടി വിശാലമായൊരു ഫ്രെയിമിലൂടെ വേണ്ടേ മമ്മി നമ്മൾ ഈ ഇഷ്യൂവിനെ കാണേണ്ടത്? ടു ബി ഫ്രാങ്ക്, ഈ കേസിൽ ഞാൻ അപ്പുവിൻ്റെ പക്ഷത്താ. ആ കുട്ടി സ്വന്തം ജെൻഡർ സ്വയം ഡിക്ലെയർ ചെയ്ത സ്ഥിതിക്ക് ഇനി മറ്റുള്ളവർ അപ്പുവിനെ അയാൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലാതെ ഇനി ഒരു തിരിച്ചു പോക്കിന് ആ കുട്ടിയെ നിർബന്ധിക്കുന്നത് അയാളെ കൊന്നുകളയുന്നതിന് തുല്യമാണ്. അപ്പുവിനെയും ആ കുട്ടിയുടെ യഥാർത്ഥ ക്രൈസിസിനെയും ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരേ ഒരാള് മാളവിക മാത്രമാണ്. അതിൻ്റെ പേരിൽ ആ കുട്ടിക്ക് ഇപ്പൊ ഇങ്ങനെ സഫർ ചെയ്യേണ്ടി വരുന്നത്. അതിൽ മുരളിയെയും അശ്വതിയെയും ഒന്നും ഒരു പരിധിയിൽ കൂടുതൽ കുറ്റം പറയാനോ ആവില്ല. നമ്മുടെ പൊതുസമൂഹത്തിന്റെ രീതി അതാണ്. ഏതായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു മമ്മി. ഇക്കാര്യത്തിൽ ഒരു ഡോക്ടർ എന്ന നിലയിലും അതിനേക്കാൾ ഉപരി ഒരു സോഷ്യൽ ബീയിങ് എന്ന നിലയിലും അപ്പുവിന് വേണ്ടി ചില ഇടപെടലുകൾ നടത്താനാണ് എൻ്റെ തീരുമാനം. അതൊരിക്കലും പൊതുസമൂഹത്തിന്റെ മാമൂലുകളെ തൃപ്തിപ്പെടുത്തുന്നതായിരിക്കില്ല. അതിൽ ടീച്ചർക്ക് എതിരഭിപ്രായമൊന്നുമില്ലല്ലോ? എനിക്കറിയാം ജോ, നിന്നെപ്പോലൊരാൾക്ക് അങ്ങനെ ചിന്തിക്കാനേ കഴിയൂ. കാരണം നീ ഒരു സൈനികന്റെയും അധ്യാപികയുടെയും മകനാണ്. അതുകൊണ്ട് തന്നെ സൊസൈറ്റിയെ തിരുത്താനും നയിക്കാനുമുള്ള കടമ നിനക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിന്റെ ഈ തീരുമാനത്തിൽ എനിക്ക് എതിർപ്പില്ലാന്ന് മാത്രമല്ല, എന്റെ എല്ലാ സപ്പോർട്ടും നിനക്കുണ്ട്. പക്ഷേ
ഒരു കാര്യം മാത്രം ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു ജോ. അത് നീ എനിക്ക് സാധിച്ചു തരണം. അപ്പുവിന്റെ പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം കാണേണ്ടത് വിജയെയും ഗീതയെയും ഒപ്പം നിർത്തി വേണം. ഒരിക്കലും അവർക്കിതൊന്നും പൂർണ്ണ മനസ്സോടെ ഉൾക്കൊള്ളാൻ പറ്റില്ലെന്നറിയാം. എങ്കിലും അവരുടെ വിഷമം കഴിയുന്നതും കുറയ്ക്കാൻ, റിയാലിറ്റിയെ ഫേസ് ചെയ്യാൻ അവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്തം കൂടി നമുക്കുണ്ട്. അത് നീ മറക്കരുത്. ഷോ, അതിന് തന്നെ എൻ്റെ ശ്രമം. എല്ലാത്തിനും ഗൈഡ് ലൈനുമായി എൻ്റെ ഈ ടീച്ചർ കൂടെ ഉള്ളപ്പോൾ എൻ്റെ ഈ മിഷൻ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എങ്കിൽ എന്റെ മോൻ ധൈര്യമായിട്ട് പൊയ്ക്കോ. ചിലപ്പോ നമ്മുടെ ഇങ്ങോട്ടുള്ള വരവിന്റെ യഥാർത്ഥ നിയോഗം ഇത് തന്നെയായിരിക്കും. രണ്ടു കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്കും ശത്രുതയും പരിഹരിച്ച് അപ്പുവിന്റെയും മാളുവിന്റെയും ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണാൻ എന്റെ മോനൊരു കാരണമാകുമെങ്കിൽ നിന്റെ മമ്മിയായിരിക്കും അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. നിന്റെ പപ്പയും നിന്റെ കൂടെ ഉണ്ടാവും. ഹായ് അപൂർവ. ഇന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞോ? അതോ ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നുണ്ടോ? കൊള്ളാം, തൻ്റെ ഈ പോളിസി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏൺ വൈൽ ലേൺ. ഇന്നത്തെ ജനറേഷൻ ആ ഒരു പോളിസി മാതൃകയാക്കേണ്ടതാ. ഡോക്ടർ എന്താ എവിടെ? ചുമ്മാ തന്നെ കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങിയെന്നേ ഉള്ളൂ. ആക്ച്വലി തന്നെ തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് 1-2 ദിവസമായി. ഒരു മിനിറ്റ് ഒന്ന് സംസാരിക്കാൻ സമയമുണ്ടോ? ഒരു കരുക്ക് പറയട്ടെ? വേണ്ട, വാ. അല്ലടോ, പഠനത്തോടൊപ്പം സമ്പാദ്യം എന്നല്ലേ? അല്ലാതെ പഠിത്തം ഉപേക്ഷിച്ചിട്ട് പണിക്ക് പോണം എന്നല്ലല്ലോ. അല്ല, ഇന്നെന്താ കോളേജിൽ പോകാത്തെ? കുറച്ച് ദിവസത്തേക്ക് പോണ്ടെന്ന് വെച്ചു. എന്തു പറ്റി? ഓക്കെ, കാരണം എന്താണെന്ന് എന്നോട് പറയാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട. പക്ഷേ താൻ കോളേജിൽ പോവാതെ ഇങ്ങനൊരു ജോലിയുമായി എൻഗേജ്ഡ് ആണെന്നുള്ള കാര്യം തൻ്റെ വീട്ടിലറിയില്ലല്ലോ. വിജയങ്ങളിലെ ഞാൻ കണ്ടിരുന്നു. ആളിപ്പോൾ ഹാപ്പിയാ. മറ്റ് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല. പെർഫെക്റ്റ്ലി ഓക്കെ. പ്രശ്നങ്ങളെല്ലാം സോൾവായി. ഇയാൾ കോളേജിൽ പോയി തുടങ്ങിയെന്നൊക്കെ വലിയ ആവേശത്തോടെ എന്നോട് പറഞ്ഞത്. സോറി, ഞാൻ അല്പം തിരക്കിലാണ്. ഡോക്ടർക്ക് വേറൊന്നും സംസാരിക്കാനില്ലെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. വേറൊന്നും സംസാരിക്കാനില്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ തന്നോട് സീരിയസ് ആയിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്. അതുകൊണ്ട് എത്ര തിരക്കുണ്ടെങ്കിലും താൻ എനിക്ക് വേണ്ടി കുറച്ച് സമയം സ്പെയർ ചെയ്തേ പറ്റൂ. പ്ലീസ്. എന്താ തൻ്റെ യഥാർത്ഥ പ്രശ്നമൊന്നും, അതുകൊണ്ട് ഇയാൾക്കും ഇയാളുടെ വീട്ടുകാർക്കും ഇടയിൽ സംഭവിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും എനിക്ക് നന്നായിട്ടറിയാം. താൻ കരുതും പോലെ ഇതൊന്നും വിജയങ്ങളോ ആൻറ്റിയോ പറഞ്ഞല്ല ഞാൻ അറിഞ്ഞത്. മാളുവിന്റെ വീട്ടുകാരായിരിക്കും അല്ലേ? എനിക്ക് മനസ്സിലായി. നോനോ, അവരുമല്ല. മാളുവിൻ്റെ വീട്ടുകാരല്ല, മാളു തന്നെയാ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാളവിക ഒരു മെൻ്റൽ ട്രോമയിലായിരുന്നു. ഇപ്പോഴും ആ കുട്ടി പൂർണ്ണമായും അത് ഓവർകം ചെയ്തു എന്ന് പറയാറായിട്ടില്ല. ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. താനുമായി വീണ്ടും അടുക്കാൻ ശ്രമിച്ചതിന് മാളുവിനെ വീട്ടുകാർ വിലക്കിയപ്പോഴുണ്ടായ ഒരു ചെറിയ പിണക്കമാണെന്നാണ് മുരളിയെങ്കിലും അച്യുതേൻ്റെ ആദ്യം കരുതിയിരുന്നത്. പക്ഷേ അവരുദ്ദേശിച്ചതുപോലെ അത്ര നിസ്സാരമായിരുന്നില്ല കാര്യങ്ങൾ. എല്ലാത്തിൽ നിന്നും എല്ലാവരിൽ നിന്നും ഉൾവലിഞ്ഞ് ലോകത്തോട് മുഴുവൻ പിണങ്ങി തന്നിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടി ആ ഒരു സ്റ്റേജിലായിരുന്നു മാളു.
ഞാൻ ഒരുപാട് നിർബന്ധിച്ച ശേഷമാണ് മാളു എന്നോട് മനസ്സ് തുറക്കാൻ തയ്യാറായത്. മാളവികയുടെ പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ അതിനൊപ്പം തന്നെ അപ്പുവിൻ്റെ പ്രശ്നത്തിനും ഒരു പരിഹാരം കണ്ടേ പറ്റൂന്ന് എനിക്ക് മനസ്സിലായി. ആ ഉറപ്പ് തൻ്റെ ഫ്രണ്ടിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ, എന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം തേടി ആരും ബുദ്ധിമുട്ടണമെന്നില്ല. അതിനൊരു പരിഹാരമേ ഉള്ളൂ. പക്ഷെ അതാരും സ്വമനസാലെ അംഗീകരിച്ചു തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെനിക്ക് വിട്ടേക്ക്. ഡോക്ടർ മാളുവിന്റെ പ്രശ്നം പരിഹരിച്ച് എത്രയും വേഗം അവളെ നോർമലാക്കാൻ ശ്രമിക്കും. അവളൊരു പാവ. മാളുവിനെ പോലെ തന്നെ പാവ എൻ്റെ മുന്നിൽ നിൽക്കുന്ന അപ്പു. അതുകൊണ്ട് അപ്പുവിൻ്റെ പ്രശ്നവും രമ്യമായി പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് പരിഹരിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ പരിഹരിക്കപ്പെടുമെന്ന് ഉറപ്പ് കിട്ടിയാൽ മാത്രമേ മാളുവിന് പൂർണ്ണമായി ഒരു മടങ്ങിവരവ് സാധ്യമാവൂ. നോക്കപ്പൂ, തൻ്റെ ഈ തീരുമാനം ഒരു തെറ്റായിപ്പോയെന്നോ അതൊരു തോന്നലാണെന്നോ ഒന്നും ഞാൻ പറയില്ല. അതൊരു റിയാലിറ്റി ആണെന്നും അതിന് അപ്പു പറയുന്ന പരിഹാരമാർഗം മാത്രമേ ഉള്ളൂ എന്നും ഉത്തമ ബോധ്യമുള്ളൊരു ഡോക്ടറാണ് ഞാൻ. യെസ്, പൂർണ്ണമായും തൻ്റെ ഭാഗത്താണ് ന്യായം. നീതി കിട്ടേണ്ടതും തനിക്കാണ്. മറ്റുള്ളവരുടെ സങ്കടവും നാണക്കേടും ഒന്നും അതിനേക്കാൾ വലുതല്ല. അതുകൊണ്ട് തന്നെ അപ്പുവിൻ്റെ ഈ തീരുമാനത്തോട് ഞാൻ പൂർണ്ണമായി തന്നെ യോജിക്കുന്നു. ഞാൻ മാത്രമല്ല, ഡെയ്സി ടീച്ചറും. മാറി നിന്ന് ഒരു മോറൽ സപ്പോർട്ടും പ്രഖ്യാപിച്ച് പിരിഞ്ഞു പോവാനല്ല ഞാൻ അപ്പുവിനെ കാണാൻ വന്നത്. ഇഷ്ടമുള്ളൊരു ജെൻഡറിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. തനിക്ക് തൻ്റെ വീട്ടുകാരെയും പ്രിയപ്പെട്ടവരെയും ഒന്നും നഷ്ടപ്പെട്ടുകൂടാ. അവർക്കൊപ്പം ആവണം. അവരും കൂടി ചേർന്ന് വേണം തൻ്റെ ഇഷ്ടപ്പെട്ട ജീവിതം അപ്പു ജീവിച്ചു തീർക്കാൻ. ഡോക്ടർ ഈ പറഞ്ഞ ആഗ്രഹങ്ങളൊക്കെ എനിക്കുണ്ട്. പക്ഷെ അതൊന്നും ഒരിക്കലും പ്രാക്ടിക്കലാവാൻ പോകുന്നില്ല. അതൊക്കെ വെറും ആഗ്രഹങ്ങളായി മാത്രം അവശേഷിക്കും. നോ, ഞാൻ ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിലോ ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. എനിക്കിതിലെന്താ ലാഭമെന്നായിരിക്കും ഇയാളിപ്പോൾ ചിന്തിക്കുന്നത്. ലാഭം ഇല്ലാതെയൊന്നുമില്ല, ഒരു ചെറിയ ലാഭമുണ്ട് എന്നത് നേരാ. അതൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ എങ്ങനെയാപ്പോ ഞാൻ തനിക്ക് തന്ന സപ്പോർട്ട് പോലെ ഈ ചലഞ്ചിൽ താൻ എന്നെ സപ്പോർട്ട് ചെയ്യോ? അത് ഉറപ്പാക്കിയിട്ട് വേണം എനിക്ക് കളത്തിലേക്ക് ഇറങ്ങാൻ. ഉറപ്പിക്കാമല്ലോ അല്ലേ? ഓക്കെ, ഡൺ. താങ്ക് യു ഡിയർ. എന്നാൽ പിന്നെ തന്നെ പണി കിടക്കട്ടെ. സി യു. ഡോക്ടർ. യെസ്. ഡോക്ടർ ഏതായാലും കളത്തിലിറങ്ങാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഞാനൊരു ഹെൽപ്പ് ചോദിച്ചോട്ടെ? ഓ ഷുവർ. ഡോക്ടർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എനിക്ക് വേണ്ട സർജറി ചെയ്യാൻ പറ്റുന്ന ഡോക്ടർമാർ ഏതെങ്കിലും ഉണ്ടോ? ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ട് പറയാം. എനിക്ക് തോന്നുന്നത് അതിനുള്ള സൗകര്യം അവിടെ ഉണ്ടെന്നാ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ സർജനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ പറ്റുമോ? പിന്നെന്താ, ഉറപ്പായിട്ടും. താങ്ക് യു ഡോക്ടർ. യു ആർ വെൽക്കം. ആ ഡോക്ടറെ, പിന്നെ ഒരു കാര്യം കൂടി. എന്താടോ? ധൈര്യമായിട്ട് പറ. എന്നെ ഈ വേഷത്തിലും ജോലിയിലും കണ്ട കാര്യം വീട്ടിൽ പറയരുത് പ്ലീസ്. ഓക്കെ, തൽക്കാലം പറയുന്നില്ല. പക്ഷേ ഇയാളുടെ ഈ ജോലിയുടെ കാര്യത്തിൽ ഉടനെ ഞാനൊരു തീരുമാനം എടുക്കുന്നുണ്ട്. ചായ. അമ്മ രാവിലെ എവിടേക്കാ പോയത്? അമ്പലത്തിലേക്കാവും, അല്ലാതെ എവിടേക്കാ? അമ്പലത്തിലേക്കാന്നും പറഞ്ഞു ഇനി ആ ജോലിസിനടുത്തേക്ക് എങ്ങനെയാണെന്ന് എന്റെ പേടി. ഏയ്, നമ്മള് വഴക്കു പറയുന്നുള്ളത് കൊണ്ട് കുറച്ചു നാളത്തേക്ക് എന്തായാലും ആ വഴിക്ക് പോവില്ല. മാളു കുറച്ചൊക്കെ മാറാൻ തുടങ്ങിയത് അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണെന്ന് അമ്മ പറയുന്നത്. ക്രെഡിറ്റ് ആര് വേണേലും എടുത്തോട്ടെ, അവളൊന്ന് ഓക്കെ ആയി കിട്ടിയാൽ മതിയായിരുന്നു. ഇപ്പൊ ആ കാര്യത്തിൽ എനിക്കും കുറച്ച് പ്രതീക്ഷയും സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും ഡെയ്സി ടീച്ചർക്കും മോനും തക്ക സമയത്ത് തന്നെയാ ഇവിടെ വരാൻ തോന്നിയത്. അത് നേരാ. ആദ്യമൊക്കെ അവരോട് ഇതൊക്കെ ഷെയർ ചെയ്യണമെന്ന് ഞാൻ സംശയിച്ചിരുന്നതാ. പക്ഷെ അത് നന്നായിന്ന് ഇപ്പൊ തോന്നുന്നു. ഏതായാലും ആ പയ്യൻ മിടുക്കനാ അല്ലേ ജോബിൻ? അത് പിന്നെ ടീച്ചറിന്റെ മോനല്ലേ, ആ ഗുണം കിട്ടാതിരിക്കില്ലല്ലോ. പാവം ടീച്ചർ
നമ്മളും വീപ്പേട്ടനുമായി ഇങ്ങനൊരു അകൽച്ച ഉണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇത്രയൊക്കെ ആയിട്ടും വി പി എന്താ അപ്പുവിന്റെ കാര്യം ടീച്ചറിനോട് പറയാതിരുന്നേ? അതിനൊരിക്കലും വീപ്പേട്ടനും ഗീതേച്ചിയും കുറ്റം പറയാൻ പറ്റില്ല. കഴിയുന്നതും ഇങ്ങനൊരു കാര്യം എല്ലാവരെയും നിന്നും മറച്ചു വെക്കാനല്ലേ എല്ലാവരും നോക്കൂ. അതുകൊണ്ടാ ഞാനും ടീച്ചർ ചോദിച്ചിട്ട് അക്കാര്യം വിട്ടുപറയാതിരുന്നത്. പക്ഷെ എന്റെ ബലമായ സംശയം അപ്പുവിന്റെ കാര്യത്തിൽ ടീച്ചറിനും ജോബിനും എന്തൊക്കെയോ സൂചന കിട്ടിയിട്ടുണ്ടെന്നാ. എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. എന്തായാലും നമ്മളായിട്ട് അതൊന്നും ടീച്ചറെ അറിയിക്കാൻ പോവണ്ട. ടീച്ചറായിട്ട് അറിഞ്ഞ് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ മതി. ഉം. ആ മാളു, നീ ഇതെവിടേക്കാ? ഇന്നു മുതല് കോളേജിൽ പോയി തുടങ്ങാന്ന് വിചാരിക്കാം. അതെന്താ നീ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ഞങ്ങളോടൊന്നും പറഞ്ഞതുപോലും ഇല്ലല്ലോ. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ലഞ്ച് റെഡിയാക്കില്ലായിരുന്നോ? അത് സാരമില്ല, ഞാനിന്ന് ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. എക്സാം എടുത്ത് വരികയല്ലേ, വെറുതെ ക്ലാസ് മിസ്സാക്കണ്ടല്ലോ. അതെന്തായാലും നന്നായി. ഇപ്പോഴെങ്കിലും നീ അതിനെപ്പറ്റി ആലോചിച്ചല്ലോ, അത് നല്ല തീരുമാനം. മോളൊന്ന് വെയിറ്റ് ചെയ്യ്, ഞാനും ഇറങ്ങാൻ പോവാ. ഈ ഡ്രസ് ഒന്ന് മാറ്റി വരേണ്ട താമസം. ഞാൻ നിന്നെ കോളേജ് ഡ്രോപ്പ് ചെയ്യാം. വേണ്ടച്ചാ, ഞാൻ ബസ്സിൽ പോയിക്കോളാം. അവൾ അവളുടെ ഇഷ്ടത്തിന് പൊക്കോട്ടെ മുരളിയേട്ടാ, അതാ നല്ലത്. ഞാൻ ഇറങ്ങാം. ശരി. എന്താ മുരളിയേട്ടാ ഒരു ടെൻഷൻ പോലെ? അല്ല, മാളു ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് കോളേജിലേക്ക് പോയപ്പോ ഒരു സംശയം. അപ്പു എങ്ങാനും ഇതിന്റെ പിന്നിൽ? ഏയ്, എനിക്കങ്ങനെ തോന്നുന്നില്ല മുരളിയേട്ടാ. എങ്കിൽ പിന്നെ അവക്കത് നേരത്തെ ആകാമായിരുന്നില്ലേ? ഇനിയിപ്പൊ അപ്പു കോളേജിലുണ്ടെങ്കിലും മാളു അവളുമായിട്ട് സഹകരിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നമ്മൾ വലിയ ഇഷ്യൂ ആക്കി എടുക്കാതിരിക്കുന്നതാ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അവർ കോളേജിൽ വെച്ച് കാണുകയോ മിണ്ടുകയോ എന്തു വേണേ ചെയ്തോട്ടെ, അത് അവിടെ കൊണ്ട് തീരുമല്ലോ. പഴയതുപോലെ ഏതു നേരം ഒരുമിച്ചുണ്ടാവണമെന്ന് വാശി പിടിക്കില്ലല്ലോ രണ്ടാളും. നമ്മള് കൂടുതൽ സ്ട്രിക്റ്റ് ആവാതിരിക്കുന്നത് തന്നെയാ നല്ലത്. അല്ലാതെ തന്നെ അവര് നമ്മുടെ ശ്രദ്ധയിലുണ്ടെന്ന് കുട്ടികൾക്ക് തോന്നിയാ മതി, അതാ നല്ലത്. ഏതായാലും അവൾ ഇത്രയെങ്കിലും മാറ്റം കണ്ടു തുടങ്ങിയല്ലോ, അത് തന്നെ ഒരു ആശ്വാസം. ആ പിന്നെ ഞാൻ ജോബിനെ ഒന്ന് വിളിച്ച് വിവരം പറയട്ടെ. ആഹാ, മുരളിയേട്ടൻ അപ്പോഴേക്കും ജോബിന്റെ ഫാനായോ? ഫാനൊന്നുമല്ല, എങ്കിലും ആ പയ്യൻ കൊള്ള അശ്വതി. അയാൾ പറഞ്ഞതുപോലൊക്കെ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് മാറുന്നുണ്ടല്ലോ, അതിന്റെ ഒരു സന്തോഷം. അത് അയാളെ ഒന്ന് വിളിച്ച് പറയാമെന്ന് കരുതി, അത്രേ ഉള്ളൂ. ഇതാ